എൻ്റെ അടുത്ത് ഒരാൾ റൂമിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. റൂം ഫുള്ള്. പിന്നെന്താ, ഇന്ന് ഓഫ് കിട്ടിയിട്ടുണ്ട്, ഇന്നിപ്പോൾ ചെയ്യാം നമുക്ക് റൂമിൻ്റെ വീഡിയോ. റൂം വലുതാണെന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്. പക്ഷെ വലുതൊന്നുമല്ല, ഭയങ്കര ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ റൂം. ഞാൻ കാണിച്ചു തരാം, ഫുള്ള് ഇത് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മൾ റൂമിലേക്ക് എൻട്രൻസ്. ഇത്രയും ഡോർ ഇത്ര തുറക്കാൻ പറ്റുമോ? അങ്ങനെ തുറക്കുന്നു, നമ്മൾ അകത്ത് കയറുന്നു, അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഓപ്പൺ സ്പേസ് വരുന്നത് ഈ ഒരു ഷേപ്പ്. എത്രയാണ് എനിക്കൊരു ഓപ്പൺ സ്പേസ് വരുന്നത്? ഇത്രയേ ഉള്ളൂ. എത്ര ഓപ്പൺ സ്പേസ് ഉണ്ടെന്ന് കാണിച്ചു തരാം. എനിക്ക് 1 2 3 4 5 കറക്റ്റ് 5 സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ എൻ്റെ ബെഡ് എത്തി. അത്രയും സ്പേസുള്ളൂ എനിക്ക് ഓപ്പൺ സ്പേസ്. ഇതിൽ കുറേ പേർക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഇതിലുള്ള ആകെയുള്ള ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ടേബിളുണ്ട്, ഒരു അലമാരയുണ്ട്, ഒരു ഡബിൾ ബെഡുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇത് ഇത്രയാണ് എൻ്റെ ബെഡിലുള്ള ആകെയുള്ള, അല്ല എൻ്റെ എൻ്റെ റൂമിലുള്ള ആകെയുള്ള സാധനങ്ങൾ ഇത്രയാണ്. ഓക്കെ, പക്ഷേ എനിക്കൊരു എക്സ്ട്രാ അലമാരയുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഈ റൂമായിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സാധനം. ഇത്തിരി അകത്തോട്ട് അലമാര. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട് കുറച്ച് കമ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുക, കുറേ DIY സാധനങ്ങളൊക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ. റൂമിൽ 3 സാധനങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉള്ളുവെങ്കിലും, അല്ല മെയിനായിട്ട് 3 സാധനങ്ങളെ ഉള്ളുവെങ്കിലും വേറെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയം ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് മാർക്ക് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബാക്കിയൊന്നുമില്ല, അക്വേറിയം മാത്രം. ബാക്കിയൊക്കെ ഞാൻ അല്ലാണ്ട് വാങ്ങിച്ചു. കുറേ പൈസ ചിലവായി, കുറച്ചായി. ഓക്കെ, അക്വേറിയം. ഇത് പിന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ ഫിക്സ് ചെയ്തു. ഇത് നമ്മുടെ പോഡ്കാസ്റ്റ് സ്ട്രീമിങ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, സ്പീക്കർ, പിന്നെ ഒരു മൈക്ക്, ഒരു ചെടിയുണ്ട്. പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ, ലൈവ് പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ ഗോഡ് മെസ്സി, പിന്നെ വേറൊരു ഗോഡ് മെസ്സി വിത്ത് വേൾഡ് കപ്പ്. പിന്നെ നമ്മുടെ ബെഡ്. ഈ അലമാര കാണിക്കാം. ഈ അലമാര ഉണ്ടോ, താഴെ 2 കമ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇത് ഇങ്ങനെയൊന്നും കിട്ടിയൊന്നുമല്ല, ഇത് ഫുൾ ഓപ്പൺ സ്പേസ് ആയിരുന്നു. ഇത് ഫുൾ ഓപ്പൺ. ഇതൊക്കെ കുറേ കാർപ്പൻ്റർ പണി നമ്മൾ സ്വന്തമായിട്ട് അങ്ങെടുത്ത്. ഇവിടെ ഒരു ഇത് കൊടുത്തു, ഷെൽഫ് കൊടുത്തു, കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരെണ്ണം കൊടുത്തു, അത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഇതിങ്ങനെ ഒരെണ്ണം കൊടുത്തു, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരെണ്ണം കൊടുത്തു, ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ലാപ്പ് വെക്കാം, ഇവിടെയും ലാപ്പൊക്കെ വെക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഇവിടെ മൊത്തം എൻ്റെ ഇന്നറൊക്കെ കിടക്കുന്നത്, ഇന്നറ്, സോക്സ്, അങ്ങനെ കുറേ സാധനങ്ങളുടെ കമ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ ബാക്കി തുണികൾ, എൻ്റെ ബാഗ്, ഇത് ഇത്രയും. അത് ഇത്രയാണിത്. പിന്നെ താഴെ കുറച്ച് ഡ്രോയർ. അമ്മേ, ഇളകിപ്പോയി. അതിന് നേരെ ഫിക്സ് ചെയ്തിട്ട് ഇളകിപ്പോയി. അത് ഫിക്സ് ചെയ്ത്. ഇതൊക്കെ ഞാനേ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഫുള്ള്. ഇതിനകത്തും കുറേ തുണികളുണ്ട്. പിന്നെ താഴെ അമ്മേ, അത് വിളകി. പിന്നെ ഇവിടെയും കുറച്ച് സാധനങ്ങളുണ്ട്, അത് തുറക്കണ്ട കേട്ടോ. തുറന്നാൽ ചിലപ്പോൾ ഇത് ഇത്തിരി കൂടെ താഴെ വിടും. പിന്നെ അത് ഇത്തിരി പണിയെ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അത് ഇത്രയാണ് അലമാര. പിന്നുള്ളത് ബെഡ്. പിന്നെ കുറേ ചെടികളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാൽക്കണി വ്യൂ ഒക്കെ സെറ്റാണ്. സെറ്റെന്ന് വെച്ചാൽ സെറ്റ് സാധനമാണ്. നമുക്ക് വിൻഡോ തുറക്കാം. ഓക്കെ, അവിടെ ജോയിൻ ചെയ്ത് കണ്ടില്ലേ, ഫുള്ള് ലൈറ്റുള്ള ആംബിയൻസ് ആണ് റൂം. പകലാണെങ്കിൽ നല്ല രസമാണ്, ഭയങ്കര വെളിച്ചവും. പിന്നെ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കാം. ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ട്രീറ്റ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടുകൾ, ഫ്ലാറ്റ്. ഞാൻ റൂമിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വൈബാണ്. വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസം കേട്ടോ. ആകാശമൊക്കെ കാണാൻ നല്ല ഓറഞ്ച് സ്കൈയും അതൊക്കെ ആയിരിക്കും. ഇപ്പോൾ പാർക്കിലേക്ക് പട്ടിയൊക്കെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇന്ന് ഇങ്ങനെ നോക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും റൂം. ഓക്കെ, ഇനി നമുക്ക് ഫുള്ള് ഇതൊക്കെ നോക്കാം. ഇത് ഞാൻ ആദ്യം വാങ്ങിയ ചെടിയാണ്. ഇത്രയൊന്നും ഇല്ലായിരുന്നു വാങ്ങിയപ്പോൾ ഇത്രയും കണ്ടൊക്കെ ഉള്ളായിരുന്നു. അതുതന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. രണ്ടാമത് വാങ്ങിയത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. രണ്ടാമത് വാങ്ങിയത് അത് ഓർമ്മയില്ല. പിന്നെ
ആന്തൂര്യം വാങ്ങി. ഈ ഒരു ചെടി ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ റീസെൻ്റ്ലി ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് നാളായി, ഒരു 2-3 മാസത്തോളം എന്ന് തോന്നുന്നു. ഇത് ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ച ചെടിയാണെന്ന് തോന്നുന്നത്. ഇത് അതിനു മുമ്പ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അങ്ങനെ അധികം അറിയത്തില്ല കേട്ടോ. എന്നിരുന്നാലും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഇതൊരു മറ്റേ എന്താ ബോൺസായോ അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം. ഇത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇത് കുറച്ചാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ കിളിച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട്. ചെറുതായിരുന്നു, ഭയങ്കര ചെറുതായിരുന്നു, പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നല്ല രസമാണ്. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു, സഞ്ജയ്. അത്ര തന്നെ, കടയിൽ പോകുന്നു അത്ര തന്നെ. പിന്നെ ഇത് ഇത്രയൊന്നും അല്ലായിരുന്നടാ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെ നിന്നായിരുന്നു, ഞാൻ പഠിച്ച യൂണിന്ന് ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്നിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ഇതിന് തെറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അത് നല്ല രീതിയിൽ വളർന്നു, പടർന്ന് പന്തലിക്കുന്ന രീതിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കുറേ. പക്ഷെ അത് താഴ്ച വെച്ച് അകിലെടുത്തുകൊണ്ട് പോയിട്ട് അവൻ്റെ റൂമിൽ വെച്ച്. അപ്പോൾ അത് പോയി. അത് കുറേ എന്താ പൂത്തിട്ട് നമുക്ക് പോയി. അത് പിന്നെ നശിച്ചു. പിന്നെ അതിൽ നിന്ന് എനിക്ക് ആകെ ഒരു തണ്ടാണ് കിട്ടി, ജസ്റ്റ് ഒരു തണ്ട് കിട്ടി. ആ തണ്ട് ഞാൻ വെച്ചിട്ട് എങ്ങനെയോ ഒക്കെ ചെയ്ത് കെയർ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ കുറേയൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു എന്താ ഒരിതുണ്ടോ, അവിടെ നിന്നൊക്കെ വേറെ ഇതൊക്കെ കിളിച്ച് വരുന്നുണ്ട്. സെറ്റ് എല്ലാം റെഡിയാവും. അത് റെഡിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പടർത്തി വിടാം. അത്രയും നാളെ ഈ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പ്ലാനാണ്. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. പിന്നെ വേറെണ്ണുണ്ട്, ഇത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. അതെ, ഇത് നല്ലതാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് കേട്ടോ. ഇത് കണ്ടാൽ പ്ലാസ്റ്റിക്കാന്ന് പറയില്ല. ഈ ആന്തൂര്യത്തിൻ്റെ ഇതൊക്കെ ഒറിജിനൽ കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഏകദേശം നശിക്കാറായ പൂ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോ വല്ല വെള്ളത്തിനകത്തോ കിട്ടും. പിന്നുള്ളത് പ്രൊജക്ടർ. പിന്നെന്താ ഫാൻ നമ്മൾ മേളിലാണ് വെച്ചേക്കുന്നത്. താഴെ എവിടെയും റൂമിൽ താഴെ വെക്കാൻ സ്പേസേ ഇല്ല. എൻ്റെ റൂമിൽ താഴെ വെക്കാൻ സ്പേസേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേളിൽ കയറ്റി വെക്കാം. മേളിൽ ഞാൻ വെച്ചിട്ട് തിരിച്ചരിച്ചൊക്കെ വെച്ചേക്കാം, കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്ന രീതിയിൽ. അതൊക്കെ കെട്ടിയൊക്കെ വെച്ചേക്കുന്നത് അല്ലേ, കെട്ടൊക്കെ കണ്ടല്ലേ, അങ്ങനെ കെട്ടി വെച്ചേക്കുക പ്രൊജക്ടർ. പിന്നെ ആകെയുള്ളൊരു ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ കിടക്കുകയാണെങ്കിൽ എല്ലായിടവും കണക്ഷനുണ്ട്. ഒരു കണക്ഷൻ ഇവിടെ എത്ര കണക്ഷൻ ഉണ്ടെന്നറിയോ? ഒന്ന് ഗസ് ചെയ്യും. എൻ്റെ ഈ റൂമിൽ എത്ര ഈ എക്സ്റ്റൻഷൻ കണക്ഷൻ കാണുമെന്ന് കാണിച്ചു തരാം. ഇതുമായി ഒന്ന് ഇവിടെ ഒരു കണക്ഷനുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയൊക്കെ കണക്ഷനാണ്. ഇത് വേറെണ്ണം, ഇത് ഇഷ്ടം പോലെ. ഇവിടെ 1 2 3 4 5 കുത്താൻ പറ്റുന്ന ഒരു കണക്ഷൻ. പിന്നെ അടുത്തത് എടുക്കുകയാണെങ്കിൽ 1 2 ഒക്കെ വരാനൊക്കെ ഇത്തിരി പാടാട്ടോ. ഇവിടെ ഒരു കണക്ഷനുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്തെ എൻഡിൽ പോകണം. എൻ്റെ ചെടി ഇപ്പം പോയേനെ. അപ്പുറത്തെ എൻഡിൽ പോവുകയാണെങ്കിൽ ഇവിടെയും കുറച്ച് കണക്ഷൻ. 1 2 3 4 5 ഇവിടുത്തെ ഒരു കണക്ഷൻ. പിന്നെ ദേ കാറൊക്കെ താഴെ പോയി. ഇവിടെ ഒരു കണക്ഷൻ, അത് ടേബിളിൻ്റെ അടുത്തൊരു കണക്ഷൻ. പിന്നെ ദേ ഇവിടെ കണ്ട അവിടെ അടുത്ത കണക്ഷൻ. ടോട്ടൽ ഇത്രയും കണക്ഷൻസ് ഉണ്ട്. എവിടെ ഈ വീട്ടിൽ ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ മതി. ഈ റൂമിൽ ചെറിയ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഞാൻ ഫുള്ളായിട്ട് കത്തിത്തീരും. അങ്ങനത്തെ അവസ്ഥയാണ്. ബെഡിൻ്റെ 4 വശത്തും കുറേ കണക്ഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഇതുണ്ടോ? ഇത് ഞാൻ നാട്ടിൽ അനിയത്തിയുടെ കല്യാണത്തിന് പോയപ്പോൾ 2024 പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് ഒരു സാധനം. ആ സമയത്ത് എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു, നല്ലതാണ്. രാത്രിയിൽ ഇത് ഓണാക്കുന്നത് നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ സമയം കിട്ടില്ലല്ലോ. വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചിലപ്പോൾ ഡയറക്റ്റും കിടന്ന് ഉറക്കമായിരിക്കും. ഇതൊന്നും ഓണാക്കാനുള്ള സമയമേ ഇല്ല. പിന്നാലോ പ്രോട്ടീന് ക്രിയാറ്റിന് വാങ്ങിച്ചിട്ട് 6 മാസത്തിൽ കൂടുതലായി. ഞാൻ പുതിയൊരു ജോലിക്ക് കയറിയപ്പം സമയം ശരിയാവണില്ല, ജിമ്മിലൊന്നും പോകാൻ പറ്റണില്ല. അപ്പം പ്രോട്ടീൻ എടുക്കലേ ഇല്ല, കുറഞ്ഞു. അന്ന് വാങ്ങിച്ചത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും 3/4 ഭാഗമുണ്ട്. പിന്നുള്ളത് എൻ്റെ ട്രൈപോഡുണ്ട്. ഇതിനകത്താണ് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നത്. ഇതൊരു
ഫോട്ടോസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ്. പക്ഷെ പകല് ഇങ്ങനാണെങ്കിലും രാത്രിയിൽ റൂം കാണാൻ വേറെ തന്നെ ഒരു രസമാണ്. എല്ലാവരും റൂമിലേക്ക് വന്നിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ഇതൊക്കെയാണ് എൻ്റെ റൂം. വലുതല്ല, വളരെ ചെറുതാണ്. വളരെ ചെറുതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സ്പേസ്. പക്ഷേ ഈ സ്പേസിൽ തന്നെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്.